മറ്റേ കട്ടൻ ചായ ഉണ്ടെന്ന് ചോദിച്ചല്ലോ, എയർ ഹോസ്റ്റസ് കട്ടൻ ചായ ഉണ്ടെന്ന് ചോദിച്ചല്ലോ, അത് ക്യാബിൻ ക്രൂവിന്റെ അവരെ യൂണിവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് പിന്നെ അവർക്ക് പൊളിയത്തില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊളിയത്തില്ലേ? അതേപോലെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറയുമ്പോൾ അവർക്ക് പൊളിയും. ഇതേ സീൻ എന്താണെന്ന് മനസ്സിലായോ? ഈ തൊപ്പിയൊക്കെ പ്ലെയിനിൽ കയറിയിട്ട് എങ്ങോട്ടോ പോയി. ഈ പോയ സമയത്ത് മമ്മു എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ചേച്ചി കട്ടൻ ചായ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി വന്ന് പറഞ്ഞു 200 rupees എന്ന് പറഞ്ഞു. അത് ഇവർക്ക് പൊളിഞ്ഞ്. ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. 200 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാണുന്ന പോലെ അല്ലേ എന്നാണ് ഇവര് ഉടനെ ഈ മമ്മു ഇടുന്ന ഒരുമാതിരി കൂതറ പരിപാടി കാണിച്ചു. അത് അവർക്ക് പൊളിഞ്ഞു. അവരതിന് റിയാക്ട് ചെയ്തത് ഇവർക്ക് പൊളിഞ്ഞ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിഞ്ഞൊരു സാധനത്തിനെ കുറിച്ചാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. മമ്മു കാരണം തൊപ്പി വീണ്ടും ബഹിരാകാശത്തേക്ക് ഇങ്ങനെ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വരുവാണെങ്കിൽ അതിൽ മുമ്പ് കൊടുത്ത് അതേ പ്ലക്കിനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ പട്ടയെന്ന് 2-3 കമന്റ് അങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യാം. കൂടുതൽ ആഡ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൊപ്പി ഉണ്ടല്ലോ, MRC തൊപ്പി വീണ്ടും എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പി വീണ്ടും എയറിലേക്ക് പോകാനുള്ള കാരണം തൊപ്പിയിട്ട് കൂട്ടുള്ള മമ്മുവാണ് കാരണം സുഹൃത്തുക്കളെ. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊപ്പി ഒരു വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവര് ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്നത് പോലെ അഭിനയിക്കുന്നു. എന്നിട്ട് ഒരു പ്ലെയിനിൽ കയറിയിട്ട് പ്ലെയിനിൽ വെച്ച് ഉണ്ടാക്കിയ കുറച്ച് കലാപരിപാടികളാണ് ഇപ്പൊ എയറിൽ കയറാനുള്ള കാരണം. നമുക്ക് ആദ്യമേ തൊപ്പിയുടെ വീഡിയോ കണ്ടു തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഇത് കാര്യം പറയാനാമത്തെ ഇത് ശരിക്കും ബാംബു ബോയ്സിനെ ഫ്ലൈറ്റ് കയറ്റിയ പോലെ ആയി. എന്തെല്ലോ സീറ്റ് നമ്പർ നോക്കാണ്ട് എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുത്തിന് തിന്നാൻ വേണം പോലും. എന്താണത്? അപ്പോഴേ അവര് വന്നിട്ട് എയർ ഹോസ്റ്റേഴ്സ് വരുമ്പോഴേ ഇവര് ചിരിക്കുന്നു. അതായത് നമ്മൾ പൊതുവെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല രീതിയിലായിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ബിഹേവ് ചെയ്യുന്നത് പോലെ മറ്റൊരാൾ വരുമ്പോൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യും. ഇവർ തുടക്കം മുതലേ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റങ്ങളൊക്കെ പൊക്കോണ്ടിരുന്നത്. അവര് എന്തെങ്കിലും ജിമ്മ ഈ ഒരു സെറ്റപ്പാണ് ഇവരെ മൊത്തം റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും എയർ ഹോസ്റ്റസിന് പൊളിയും. ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഈ ഫ്ലൈറ്റിന്റെ, അതായത് ട്രാവലറിൽ കയറൂലേ, ട്രാവലറിൽ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇത്രയേ വേറൊന്നുമില്ല. ട്രാവലർ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇതിന്റെ തുടക്കത്തിലൊക്കെ വേറെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ എയർപോർട്ടിൽ പോകുന്നതും ചായ കുടിക്കാൻ കണ്ണൂർ എത്തുമ്പോൾ നമുക്ക് ഇറങ്ങി ചായ കുടിച്ചിട്ട് വരണം, KSRTC ബസ് പോലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്ലെയിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അഭിനയിക്കുന്ന കുറെ സാധനങ്ങൾ ഈ പറയുന്ന മമ്മു ആയാലും ഷമീർ ആയാലും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവർക്ക് പ്ലെയിനെ കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ പ്ലെയിനിൽ ആദ്യമായിട്ട് കയറിയില്ല എന്ന് പറയുന്ന ഒരു തെറ്റല്ല. പക്ഷേ നമ്മൾ കുറച്ച് ആളുകളുടെ ഇടയിൽ, എല്ലാ ജനങ്ങളുടെ ഇടയിലും ഒരേപോലെ ഞാൻ പെരുമാറും എന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നൊരു മമ്മു ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും മണ്ടത്തരം വിളിച്ചു പറയുക, എന്ത് പറഞ്ഞാലും പോഴത്തരം മാത്രം പറയുക, ആ ഒരു മമ്മു റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പുള്ളി വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടന്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ബാക്കി കാണാം. പേടിക്കേണ്ട ആവശ്യം നീ എന്നെ നോക്കുന്നത് ആദ്യമായിട്ടില്ലായിരുന്നു ജാസി. നമ്മൾ ബസ്സിൽ തന്നെ ഇവിടെ DJ ലൈറ്റിലുണ്ടോ മോനെ? ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ടേക്ക് ഓഫ് എന്താന്ന് പോലും മമ്മൂന് അറിയില്ല. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് കട്ടൻ ചായ എന്ന് പറഞ്ഞതിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. വിദ്യാഭ്യാസം ഇല്ല, അറിയില്ല എന്ന് പറയാം. ഈ ടേക്ക് ഓഫ് എന്താന്ന് മമ്മൂന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. മറ്റേ ഓസ്കാർ അവാർഡ് എടുത്ത് പുള്ളിക്കാരുടെ കയ്യിലോട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് മമ്മു. അപ്പോൾ സമൂഹമായിട്ട് ഇടപഴകുന്ന, പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇന്ററാക്ട് ചെയ്യുന്ന, പല സോഷ്യൽ മീഡിയ വിവരങ്ങളുള്ള ഒരു വ്യക്തിയാണ് മമ്മു. മമ്മുവിന് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. അവര് പറഞ്ഞ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ബണ്ണി പെരട്ടി തരുന്നൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞു. ആണോ ഇവിടെ കട്ടൻ ചായ തരുമെന്നൊക്കെ നല്ല സൂപ്പർ അഭിനയം മമ്മു ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലും മധുരമുള്ളതാ. തേങ്ങാപ്പുണ്ടോ മറ്റേ സാധനം ബ്രെഡിൽ വെക്കുന്നേ? തേങ്ങാപ്പൂൾ ഇട്ട മറ്റേ സാധനം. ഇത് കാണുമ്പോഴേ സാധാരണക്കാരനായിട്ടുള്ള കോമൺ സെൻസ് ഉള്ള കുറച്ച് ബോധമുള്ളതിന് മനസ്സിലാവും അത് പറഞ്ഞങ്ങ് വിടുവല്ല. ഇപ്പൊ നിയാതെ മറ്റേ മധുരമുള്ള സാധനമാണോ, നിയാതെ ചിരിക്കുന്നു. അപ്പൊ അവന് അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് ഇവന് കത്തണം അത് ഉടായ്പ സാധനമാണ്, അത് എന്നെ ഊക്കിയതാണ്. അത് മനസ്സിലാക്കാതെ തന്നെ മറ്റേ തേങ്ങാപ്പൂളൊക്കെ ഇട്ട് മറ്റേ ക്രീമൊക്കെ പുരട്ടി മറ്റേ ഇട്ട് പൊരിച്ചെടുക്കുന്നേ ആ സാധനമില്ലേ ഇന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരൻ അങ്ങ് തമാശ എന്ന വ്യാജേന എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാം തമാശ.
അതിന്റെ പേര് കട്ടൻ ചായയും കൂടി കിട്ടി അടിപൊളി ഫുഡ് വരുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം. ബോർഡിംഗ് പാസ് ചോദിച്ചോക്കാം. അത് ബോർഡിംഗ് പാസ് ആണെന്ന് പുള്ളിക്കാരൻ അറിയാം. അത് ഒരു തവണ ഇപ്പോൾ പറഞ്ഞപ്പോഴേ ബോർഡിംഗ് പാസ് ആണെന്ന് പുള്ളിക്കാരൻ ഓർമ്മയുണ്ട്. ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ടേക്ക് ഓഫ് എന്താണെന്ന് എനിക്കറിയില്ല. ബോർഡിംഗ് പാസ് എന്നൊക്കെ ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ടേക്ക് ഓഫ് അറിയത്തില്ല. കട്ടൻ ചായ ഇല്ല. കട്ടൻ ചായ അപ്പൊ അതിനകത്ത് മമ്മു കട്ടൻ ചായ എന്ന് പറയുമ്പോഴത്തേനും അവര് 200 rupees എന്ന് പറഞ്ഞു. അത് തൊപ്പിക്ക് പൊളിഞ്ഞു. എന്റെ കൂടെ ഉള്ളൊരുത്തിനെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതി തൊപ്പിക്ക് പൊളിഞ്ഞു. തൊപ്പിയെന്ന് പറഞ്ഞു, മമ്മു നീ മേടിച്ചു കുടിച്ചോ, അവര് പറയുന്നൊന്നും നോക്കണ്ട, കട്ടൻ ചായ നീ എത്രയെന്ന് വെച്ചാൽ മേടിച്ചു കുടിച്ചോ എന്ന് പറഞ്ഞു. സോ തൊപ്പിയുടെ കൂടെ ഉള്ള ഒരാളെ പറഞ്ഞപ്പോൾ തൊപ്പിക്ക് പൊളിഞ്ഞു. തൊപ്പി എന്നത്തെ പ്രതികരിച്ചു. ഇതിനുശേഷം മമ്മു കാണിക്കുന്ന ഒരു മ്യാസ്മരിക പെർഫോമൻസ് ഉണ്ട് സുഹൃത്തുക്കളെ. അതാണ് നിങ്ങൾ കാണേണ്ടത്. ചൂടുള്ളതുണ്ട്, ചൂടില്ലാത്തതുണ്ട്, ചായയുണ്ട്, 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 ഇഡ്ഡലിവട, ചട്നി, പരിപ്പ് വട. ഇങ്ങനെ പുള്ളിക്കാരൻ ആ എയർ ഹോസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന സാധനം ചെയ്തു. പക്ഷെ അവർ പോയി കഴിഞ്ഞിട്ടാന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ കാണത്തില്ലേ, ഒരുത്തൻ വന്നു നമ്മുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞു, അവൻ തിരിച്ച് പോയി കഴിയുമ്പോഴത്തേനും കൊഞ്ഞണം കുത്തി കാണിക്കുന്ന പരിപാടി. അതാണ് ഈ മമ്മു ഇവിടെ കാഴ്ചവെച്ച ഒരു പ്രത്യേക ഐറ്റം എന്ന് പറയുന്നത്. ഇതിനെ തീർച്ചയായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ക്യാബിൻ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പൊളിഞ്ഞു. എന്തുവാ അവരോട് കട്ടൻ ചായ വെച്ചു. ഈ തൊപ്പിയുടെ വർഷം എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നീ എന്തിനു റേറ്റ് പറഞ്ഞു? ഇതാണ് തൊപ്പിയുടെ ന്യായീകരണം. അവരുടെ ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ഈ ക്യാബിൻ ക്രൂവിന്റെ ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ഫുഡ് ഉണ്ടെന്ന് ചോദിച്ചു, അതുണ്ട്, ഇത്ര രൂപയാണ് അതിന്റെ വില എന്നുള്ളത് അവർ തിരിച്ചു പറഞ്ഞു. ഇതാണ് അവരുടെ ന്യായീകരണം. അവരുടെ കണ്ണിൽ നോക്കുമ്പോഴത്തേനും മമ്മൂനെ അവർക്ക് അറിഞ്ഞോണമെന്നില്ല. ഒരു കൊച്ചു പയ്യൻ വന്ന് ചോദിച്ചു, നമ്മൾ ഇത്ര രൂപയാണ്, 200 രൂപയാണ് ഒരു കട്ടൻ ചായയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ടെന്ന് നോക്കുമായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ പറഞ്ഞത്. പക്ഷെ അവര് ഡിസ്റെസ്പെക്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഇനി ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ചായ കട്ടൻ ചായ കാപ്പി ചായ ആ ഒരു സാധനത്തെ പല ക്യാബിൻ ക്രൂവും റിയാക്ട് ചെയ്തു. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പേ മമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. മമ്മുവിന് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. ചായ കാപ്പി അവർക്ക് സൗണ്ട് ഡബ്ബിങ് കൊടുക്കാം. പണിയൊന്നും കേട്ടോ, ഡബ്ബിങ് കൊടുക്കാം. ചായയുണ്ട്, ഇഡ്ഡലിവട, ചട്നി, പരിപ്പ് വട. ഹായ് ഗായ്സ്, എൻ്റെ പേര് ഫ്രെഡി. ഞാൻ കാനഡയിൽ ക്യാപിറ്റലാണ്. നിങ്ങൾ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടവരുണ്ടാവും. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്രൂവിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത്. ഒരു 6 week വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്, അസസ്മെന്റ്സ്, എക്സാംസ്, ഡ്രിൽസ്, ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായം ഉണ്ട് കേട്ടോ. ഇവര് വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് അവരുടെ സ്കില്ലുകളെല്ലാം കാണിച്ചിട്ടാണ് ഈ ജോലിക്ക് കയറുന്നത്. ഇവര് നല്ല രീതിയിലാണ് പൊതുവെ കസ്റ്റമേഴ്സിനോട് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിനോട് മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നവരുമുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴത്തേന് ഇവർ വന്ന് നമ്മൾ ഒരുമാതിരി ആക്കിയ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ തിരിച്ച് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കണം. നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന പറഞ്ഞാൽ അച്ഛേ ഇവരിതൊന്നും അറിയത്തില്ലേ, ആ ഒരു സെറ്റപ്പ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് തിരിച്ചു പറഞ്ഞിരിക്കും. പക്ഷെ ഇവിടെ ഇവർ പൊളൈറ്റ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ മറ്റൊരു സർക്കംസ്റ്റാൻസസ് പറഞ്ഞതാണ്. വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഈ യൂണിഫോം. എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. ഈ കഷ്ടപ്പാടിന്റെ കണക്ക് ഒരുപാട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം ഈ തൊപ്പി എന്ന് പറയുന്ന കഥാപാത്രം വളരെ താഴെ നിലയിൽ നിന്നും അയാളുടെ കഴിവുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ്. ഈ കഷ്ടപ്പാടിന്റെ കാര്യമൊന്നുമില്ല. അനിയ നമ്മളെ ബഹുമാനിക്കണം. നമ്മൾ തിരിച്ച് നിന്നോട് നന്നായിട്ടല്ലേ പെരുമാറിയേ, നീ തിരിച്ചും ബഹുമാനിക്കണം. ഇത്രേ ഉള്ളൂ കഥ. ഇത് കഷ്ടപ്പാട് എല്ലാവരും അവരവരുടെ രീതിയിലായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഏറ്റിട്ട് തന്നെയാണ് അവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നല്ലതായാലും ചീത്തയായാലും ഞാൻ നശിച്ച നാരായണക്കാലായി പോയെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നശിച്ചതാണ്. ഞാൻ നല്ല നിലയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല നിലയിൽ പോയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇറ്റ് ഈസ് ഹാർഡ് ഗൈസ്, ഇറ്റ്സ് ഇന്റൻസ്. എല്ലാ ജോബിനും ഡിഗ്നിറ്റി ഉണ്ട് ഗൈസ്. അത് കറക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കളിയാക്കാതിരിക്കുക, അവരെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഓക്കെ, ഇത് മാത്രമല്ല ഒരുപാട് ആളുകൾ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രതികരണം കൂടെ നമുക്ക് കാണാം. ചൂടുള്ളതുണ്ട്, ചൂടില്ലാത്തതുണ്ട്, ചായയുണ്ട്, ഇഡ്ഡലിവട, ചട്നി, പരിപ്പ് വട. 2025 കഴിയാനായിട്ടും ക്യാബിൻ ക്രൂവിനെ ഇതുപോലെ മോക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു സംഭവമാണെന്ന് കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും ചില കൂട്ടി. ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ കമൻസ് എടുത്ത് നോക്കി. ഈ വീഡിയോക്ക് താഴെ ഏത് തെറ്റാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഒരു ക്രൂ ഇട്ട കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. നിനക്ക് ഫ്രണ്ട്സ് ഒന്നില്ലേ, ഒരു 5 പേര് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ കളിയാക്കുക, ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണോ? ഇത്ര വലിയ തമാശയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂവിനെ മാത്രം മോക്ക് ചെയ്യുന്നത്? എയർപോർട്ടിൽ CISF ഉണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ തമാശകൾ ഇറക്കാൻ വയ്യാത്തത്? അതിനൊക്കെ
അവരുടെ അടുത്ത് തമാശകൾ ഇറക്കി അടുത്ത ദിവസം അകത്ത് എടുക്കും. അതാണ് സംഭവം. ഇപ്പൊ ഈ 5 പേര് കൂടുമ്പോൾ ഇങ്ങനെയല്ലേ കളിയാക്കുന്നത് എന്ന് പറയുന്നതിലൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 5 പേര് കൂടുമ്പോൾ നമ്മളിങ്ങനെ കളിയാക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു നോക്കണം. അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള റിയാക്ഷനും കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഏതായാലും ഈ തൊപ്പി അല്ലെങ്കിൽ തൊപ്പിയുടെ ഒരു ഗ്യാങ് അനാവശ്യമായി വള്ളികൾ പിടിക്കുന്ന പോലെ എനിക്ക് പലയിടത്തായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇവര് ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള വ്യാജേന എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മളൊരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് നമ്മളൊരു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുമ്പോഴത്തേനും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ കൊടുക്കുക എന്നൊരു ഇതെനിക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും. ബൈ.